സോ റൺസെറ്റിൽ എങ്ങനെയാണ് ഒരു സ്റ്റോറി എഡിറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റോർ. ഈ സ്റ്റോർ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൺസെറ്റിൻ്റെ അഡ്മിൻ പാനൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ താഴെ കസ്റ്റമൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കസ്റ്റമൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പ്രിവ്യൂ കാണിക്കും. അതുപോലെ സൈഡ് ബാറിൽ ഇതിലുള്ള എലമെൻറ്റ്സ് കാര്യങ്ങളും കാണിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് ബാർ ഉണ്ട്. അത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ അനൗൺസ്മെൻറ്റ് ബാർ കാണിക്കും. അതിലുള്ള കണ്ടന്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. കണ്ടന്റ്സ് നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ സൈറ്റിന് ആ ഒരു അനൗൺസ്മെൻറ്റ് ബാറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഹൈഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഹെഡർ ആൻഡ് സെർച്ച് ബാർ ആണ്. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡറിലുള്ള എന്താ പറയുക, സെർച്ച് ബാറിൻ്റെ പ്ലേസ് ഹോൾഡർ ഉണ്ടല്ലോ, അതായത് ഇവിടെ സെർച്ച് സ്കിൻ കെയർ സിറം ഫ്രാഗ്രൻസ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലോഗോ ചേഞ്ച് ചെയ്യണം. അതിന് നമുക്ക് ഇവിടെ തീം ഉണ്ട്. തീം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞാനിവിടെ ഓറഞ്ച് കളറാണ് ആക്കിയിട്ടുള്ളത്. ഡീഫോൾട്ടായിട്ട് ബ്ലാക്ക് കളർ ആയിരിക്കും. അപ്പോൾ ബട്ടൺ കളറിൻ്റെ ഇവിടെ നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു കളറിലേക്ക് അത് മാറും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു കളറിലേക്ക് മാറ്റുകയാണെങ്കിൽ അതാവും. ഓക്കെ, ഇപ്പോൾ ഗ്രീനിലേക്ക് മാറ്റുകയാണെങ്കിൽ ഗ്രീൻ കളറാവും. കണ്ടോ? അങ്ങനെ നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിവിടെ ഫേവിക്കൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഈ ഒരു ടോപ്പ് ലെവലിലുള്ള ഒരു സാധനമാണ്. അതായത് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരും ഒരു ഐക്കണും കാണാൻ പറ്റും. അതാണ് ഫേവിക്കൺ. സോ അത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ പ്രൈമറി സ്റ്റോർ ലോഗോ എന്നുള്ള അവിടെ നമുക്ക് പ്രൈമറി സ്റ്റോർ ലോഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം, ഓക്കെ, ഹെഡറിലുള്ള ലോഗോ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ കാർഡ് ആൻഡ് ബട്ടൺ കോർണർ റേഡിയസ്, അതായത് ഈ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ റൗണ്ടഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ഇവിടെ കൊടുക്കാൻ പറ്റും. ശരിക്കും ഈ ഒരു മോഡൽ തന്നെയാണ് അടിപൊളിയായിട്ടുള്ളത്. പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൻ്റെ അവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ ടിക്ടോക്കിൻ്റെ വാട്സപ്പിൻ്റെ ലിങ്കും ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻസിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് അവിടെ ഹീറോ ബാനർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഇതാണ് ഹീറോ ബാനർ. ഓക്കെ, സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാനർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു പിൽ ബാഡ്ജ്, അതായത് ഇതാണ് ബാഡ്ജ്, ഈ ബാഡ്ജിലുള്ള കണ്ടൻസുകൾ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഈ ടൈറ്റില്, ഇത് ഡീഫോൾട്ടായിട്ട് നമ്മുടെ തീമിൽ ഉണ്ടാകുന്നതാണ്, അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഷോപ്പ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട്, അതിൻ്റെ ടെക്സ്റ്റ് മാറ്റാൻ പറ്റും. മാത്രമല്ല അതിൻ്റെയൊക്കെ കളർ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് കളർ കോഡാണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ സെലക്ട് ചെയ്യാനുള്ള കളർ പിക്കർ വരും. ഓക്കെ, എന്നിട്ട് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറെ ബാനർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ബാനർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ബാനർ. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ ബാനർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കരോസലായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതാണ് കാറ്റഗറീസ് ഇതിലുള്ള. ഓക്കെ, ഇത് നമ്മൾ കാറ്റഗറീസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ലൈഡ് ബാറിലുള്ളതും മാറും. ഓക്കെ, ഇതും സെയിം കാറ്റഗറീസ് തന്നെയാണ്. ഇവിടെ നമ്മൾ കാറ്റഗറീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ കാറ്റഗറീസും കാണാൻ പറ്റും. അതിൻ്റെ ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റം കാറ്റഗറി ഫോട്ടോസ് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ കാറ്റഗറീൻ്റെ ഒരു പേജ് ഉണ്ട്, ആ പേജ് പോയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോ ഇവിടെ കാണിക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഫീച്ചേർഡ് പ്രൊഡക്ട്സ് പറയും. ഫീച്ചേർഡ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എത്ര പ്രൊഡക്ട്സുകളാണ് വേണ്ടത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫിക് കാറ്റഗറിയുള്ള പ്രൊഡക്റ്റ് മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രം കാണിക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ മാത്രം കാണിക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യില്ല, ഇപ്പോൾ മൊബൈൽ കേസ്, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക എസ്തെറ്റിക് പറഞ്ഞിട്ടുള്ള ടാഗിലുള്ള സാധനങ്ങൾ മാത്രം കാണിക്കണം. അപ്പോൾ എസ്തെറ്റിക് ഉള്ള ടാഗ് നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എസ്തെറ്റിക് എന്നുള്ള ടാഗുള്ള പ്രൊഡക്ട്സുകളൊക്കെ കാണിക്കും. ഓക്കെ, പിന്നെ മാക്സിമം എത്ര പ്രൊഡക്ട്സ് കാണിക്കണം അതുപോലെ ഡെസ്ക്ടോപ്പിൽ എത്ര കോളം കാണിക്കണം എന്നുള്ള സംഭവം. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ ഇവിടെ പ്രോമോ ബാനേഴ്സ് എന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒറ്റ റോല് 3 ബാനർ കാണിക്കുന്നതാണ്. അപ്പോൾ അതും നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് കണ്ടോ, ഇതാണ് ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സിൻ്റെ റോ.
സോ ഈ റോൾ ഇങ്ങനെ സ്ലൈഡർ ആയിരിക്കും, മറ്റേത് ഗ്രിഡാണ്, നമുക്കിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ്. ഇത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്നതാണ്. സോ ഈ ഒരു വിഡ്ജറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് സെല്ലറോ അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ നമുക്ക് കാറ്റഗറി, സ്പെസിഫിക് കാറ്റഗറി അല്ലെങ്കിൽ സ്പെസിഫിക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ടാഗിലുള്ള പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ യു മൈറ്റ് ലൈക്ക് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇതിൽ റാൻഡം ആയിട്ടുള്ള പ്രൊഡക്ട്സുകളായിരിക്കും കാണിക്കുക. റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിലുള്ള പ്രൊഡക്ട്സ് നിന്ന് റാൻഡം ആയിട്ട് എടുത്തുകൊണ്ട് കാണിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ നമ്മൾ ചെയ്ത പോലെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഫ്ലാഷ് സെയിലിൻ്റെ സ്ഥലമുണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഡിസ്കവർ ന്യൂ എന്നുള്ള സെക്ഷനിൽ നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് നമ്മളെ പ്രൊഡക്റ്റുകൾ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ എല്ലാ പ്രൊഡക്റ്റും ഇങ്ങനെ ലോഡായി വരും. ഇനി ബ്രാൻഡ് ട്രസ്റ്റ് സ്ട്രിപ്പ്, അതായത് ഇവിടെ താഴെയുള്ള ഈ ഒരു കണ്ടന്റ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കിവിടെ സ്റ്റോറിൻ്റെ ഫൂട്ടർ ബാർ ആണ്, അതിൻ്റെ കണ്ടൻസും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാൻഡിൻ്റെ ബയോ ഉണ്ട്, മാത്രമല്ല ഇവിടെ നമ്മുടെ ഒരു ഫൂട്ടർ ക്രെഡിറ്റ്സ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.